കല്യാണം കഴിഞ്ഞ് ഒരാഴ്ചയായിട്ടും അവൾ നിന്നോട് ഇങ്ങനെ ഗ്യാപ്പിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അതിനെന്തോ തക്കതായിട്ടൊരു കാരണമുണ്ട്. എടാ, എൻ്റെ വിഷമം അതൊന്നുമല്ല. ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയാണ് ഹണിമൂൺ ട്രിപ്പ് ഞാൻ പ്ലാൻ ചെയ്തത്. ഇതിപ്പം അമ്പിനും വില്ലിനും അടിക്കാതെ എവിടെയും കൊണ്ട് ഞാൻ എങ്ങനെ പോകാനാണ്? എൻ്റെ പൊന്നളിയാ, ഹണിമൂൺ ട്രിപ്പൊക്കെ ഒന്നുകൂടി ഒന്ന് നോക്കിയിട്ട് ആലോചിച്ചാൽ പോരെ? അതെന്ത്? ഇവിടെ നീ വാർത്തയൊന്നും വായിക്കാറില്ലേ? ഇവിടെ കല്യാണം കഴിഞ്ഞ് ഓരോ പെൺപിള്ളേരുണ്ടല്ലോ, അവരുടെ കാമുകന്മാരോട് ജീവിക്കാൻ വേണ്ടി ആദ്യം ഭർത്താവിൻ്റെ കൂടെ ഹണിമൂണിന് പോകും. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇവർ രണ്ടും കൂടി പ്ലാൻ ചെയ്ത് ഭർത്താവിനെ കൊന്നുകളെ. നീ ഇതൊന്നും അറിയണില്ലേ? ഈ സിനിയുടെ പെരുമാറ്റം വെച്ച് നോക്കുമ്പോൾ ഇനി അങ്ങനെ വല്ല പ്ലാനും ചെയ്യാം. നീ ഒന്ന് പോടാ അവിടെ നിന്ന്, മനുഷ്യനെ പേടിപ്പിക്കാതെ. നിന്നെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഈ നാട്ടിൽ നടക്കുന്ന കാര്യം പറഞ്ഞതാണ്. എന്തായാലും നീ അവളോടൊരു മയത്തിനൊക്കെ നിന്നാൽ മതി. പോടാ അവിടെ നിന്ന്. എടാ, സിനി എന്നോടൊന്ന് സ്നേഹത്തോടെ സംസാരിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും വിഷമം ഉണ്ടാവില്ലായിരുന്നു. നിനക്കറിയോ ഞാൻ എന്തുമാത്രം അവളെ സ്നേഹിക്കണം?